നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭയിലെ പുനഃസംഘടനം വരികയാണ്. കേരളത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രാതിനിധ്യം പ്രതീക്ഷിക്കാം? കേരളത്തിൽ ഇപ്പോൾ ഓൾറെഡി 2 മന്ത്രിമാരുണ്ടല്ലോ. അതുകൊണ്ട് കൂടെ മൂന്നാമതൊരാളെടുക്കുമെന്ന് വെച്ചാൽ സാധ്യത കുറവാണ്. പിന്നുള്ളത് സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനത്ത് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. ഇല്ല. നിങ്ങൾക്ക് സിനിമ എം പി എന്ന രീതിയിൽ മൂപ്പര് കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റുന്നതിന് മന്ത്രിസ്ഥാനം തടസ്സമാണ്. കാരണം അതിൻ്റെ ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ വേറെ സാധാരണ മന്ത്രിസഭയിൽ ഇരിക്കുന്ന പോലെ അല്ലല്ലോ മോഡി മന്ത്രിസഭയിൽ ഇരിക്കുന്നത്. രാവിലെ തൊട്ട് അങ്ങനെ ഓടിപ്പിക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കും. സുരേഷ് ഗോപിൻ്റെ ഭാഷ തന്നെ വന്നാൽ ജോഷി സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന പോലെയാണ്. സാധാരണ സംവിധായക പടത്തിൽ അഭിനയിക്കുന്ന പോലെയല്ല ജോഷി സാറിൻ്റെ സിനിമയിൽ. എല്ലാം കൃത്യമാണ്. അപ്പോൾ മൂപ്പർക്ക് പെർഫെക്റ്റ് ആകുന്ന പോലെ മൂപ്പര് ഷോട്ട് എടുക്കും. അതാണ് സുരേഷ് ഗോപിയുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ പലതവണ പരസ്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് ഒഴിവായി തരണം. അപ്പം ഞാൻ മനസ്സിലാക്കിയാൽ അങ്ങയുടെ ആഗ്രഹവും അതൊന്നും ഒഴിവായി കിട്ടുമെന്നുള്ളതാണ് മന്ത്രിസ്ഥാനം തൽക്കാലം. കാരണം മണ്ഡലത്തിൽ ആ രീതി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ സിനിമയും വിടേണ്ടി വന്നു. മൂപ്പര് പെട്ടെന്ന് മന്ത്രിയാവുന്ന പ്രതീക്ഷയല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു റിക്വസ്റ്റ് കാര്യമായിട്ട് കൊടുത്താൽ അത് പരിഗണിച്ചിട്ട് സദാനന്ദ മാഷ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. സദാനന്ദ മാഷ് അങ്ങനെ പരിഗണിച്ചാൽ ഇപ്പോൾ CPM കോട്ടകളൊക്കെ ഒന്ന് ഇളകി നിൽക്കുമ്പോൾ കണ്ണൂരൊക്കെ അതിന് ഗുണം കിട്ടാനും സാധ്യതയാണ്. കാരണം അധികാരം കിട്ടുമ്പോൾ അധികാരത്തോട് ചേർന്ന് നിൽക്കാൻ ആളുകൾക്ക് ഒരു താല്പര്യമുണ്ട്. അപ്പം അങ്ങനെ ഒരു മാറ്റമാണ് കേരളത്തിൽ കാര്യമായി പ്രതീക്ഷിക്കാനുള്ളത്. വേറെ ആർക്ക് വേറെ എം പികളൊന്നും ഇല്ലല്ലോ കേരളത്തിൽ. സദാനന്ദ മാസ്റ്റർ MP ആയത് തന്നെ വളരെ സർപ്രൈസ് ആയിരുന്നു. അതെന്ന് വെച്ചാൽ ഈ RSSൻ്റെ ഒരു അസംതൃപ്തി മാറ്റിയെടുക്കാം എന്നുള്ളൊരു കാര്യം ചിന്തിച്ച സമയത്ത് മാഷ് അത് ഡിസേർവ് ചെയ്യുന്ന കൂടിയാണ്. അങ്ങനെ ജീവിക്കുന്ന രക്തസാക്ഷിയാണല്ലോ അവരുടെ പാർട്ടിയിൽ. അപ്പം അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ സാധാരണ മാഷെ കൂടി ഇൻക്ലൂഡ് ചെയ്യും. അതിനൊരു സാധ്യത വിദൂരമാണ്. എങ്കിലും മോഡിയാണെന്നും പറയാൻ പറ്റില്ല. എന്നിട്ട് ഏതെങ്കിലും ഒരു കനപ്പെട്ട വകുപ്പും കൊടുക്കും. ആഭ്യന്തര സഹമന്ത്രിയോ കൂടുതൽ പോലീസുകാർക്കൊക്കെ സെല്യൂട്ട് അടിക്കണതായിട്ട് വരും. MP ആയിരിക്കും അന്നേരം സെല്യൂട്ട് അടിക്കണം. മന്ത്രിയായിരിക്കും കുറച്ച് കൂടുതലായി വിസിബിലിറ്റി കൂടും. അതാണ് കേരളവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുണ്ടാകുന്ന സാധ്യതയുള്ള മാറ്റമാണ്. പിന്നെ എനിക്കൊന്നും അത് അതിനോടൊപ്പം തന്നെ അവിടെ സംഘടനാ തലത്തിലും അയച്ചുപണി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുരളി തന്നെ ദേശീയ നേതൃത്വത്തിൽ കൊണ്ടുപോകുന്നു കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്കതിൻ്റെ ലോജിക്ക് മനസ്സിലാകുന്നത് മുരളി ഇപ്പോൾ കേരളത്തിലെ MLA ആണ്. നിയമസഭയിലെ മുമ്പരുടെ സമയം വേണ്ട. ദേശീയ തലത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ പോകേണ്ടി വരും. പിന്നെ ഇവിടെ വലിയ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ രാജീവ് ചന്ദ്രശേഖരനും മൂപ്പരും തമ്മിൽ നിയമസഭയിൽ അടി വേണ്ട എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഉദ്ദേശം ഉണ്ടോയെന്ന് അറിയില്ല. രാജീവ് അങ്ങനെ അടിക്കുന്ന ഒരാളല്ല. എങ്കിൽ പോലും ഒരു സൈബീരിയൻ ടൈഗറും ഒരു ഇന്ത്യൻ ടൈഗറും കൂടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ടല്ലോ നിയമസഭയിൽ. അതാണ് അതിനൊരു സാധ്യത. പിന്നെ സുരേന്ദ്രൻ എന്തെങ്കിലും അക്കോമഡേഷൻ ചിലപ്പം എവിടെയെങ്കിലും കൊടുത്തിരുന്നില്ല. കേന്ദ്ര സഹമന്ത്രിയായിട്ട് സുരേന്ദ്രൻ ഒന്നും അല്ലാതെ നിൽക്കുന്നുണ്ട്. സഹമന്ത്രി തന്നെ MP ആവട്ടെ. രാജ്യസഭാ സീറ്റ് നൽകാനുള്ള സാധ്യത. രാജ്യസഭാ സീറ്റ് എങ്ങനെ കൊടുക്കും? കേരളത്തിൽ 3 MLA-മാരല്ലേ ഉള്ളൂ. കേരളത്തിൽ നിന്നല്ല, പിന്നെ മറ്റു സംസ്ഥാനത്തിൽ നിന്നാണ്. അത്ര എളുപ്പമല്ല അത്. കേരളത്തിൽ കുര്യനെ ഏത് സംസ്ഥാനത്ത് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ കാലാവധി കഴിയും. അപ്പം കുര്യനെ കണ്ടിന്യൂ ചെയ്യണ്ടേ? കുര്യൻ എങ്ങനെ കാലാവധി കഴിയുക? ഇല്ല. കുര്യൻ മന്ത്രി ആയതിനു ശേഷമാണ് MP ആയത്. മന്ത്രി ആയതിനു ശേഷം കുര്യൻ MP ആയത്. അപ്പോൾ 6 വർഷമല്ലേ? 5-6 വർഷമാണ് കുര്യൻ്റെ ഒരു സമയമുണ്ട്. അപ്പം അങ്ങനെ സുരേന്ദ്രൻ ചിലപ്പോൾ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു ദേശീയ തലത്തിൽ സൗത്ത് ഇന്ത്യയുടെ ചാർജോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ സാധ്യതയുണ്ട്. സുരേന്ദ്രൻ അപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ അങ്ങനെ വെറുതെ ഇരിക്കട്ടെ. ശരിക്കും ഇവരെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരാൾ സുരേന്ദ്രനായിരുന്നു. 10 വോട്ടിന് 20 വോട്ടിനൊക്കെ തോൽക്കുന്ന ആളാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയത്ത് സുരേന്ദ്രൻ തോറ്റ് വലിയ രീതിയിൽ പരാജയപ്പെട്ടു. അത് സുരേന്ദ്രൻ തന്നെ ഇൻട്രോസ്പെക്ഷൻ നടത്തേണ്ടത് വളരെ നല്ലതാണ്. എന്താണ്, എവിടെയാണ് തെറ്റുപറ്റിയത്, എവിടെയാണ് അബദ്ധം പറ്റിയത്, എന്താണ് ചെയ്യേണ്ടത്? റാന്നി തന്നെ സുരേന്ദ്രൻ നിന്നാൽ മതിയായിരുന്നു. റാന്നിയിൽ നിന്നിട്ട് പതുക്കെ അവിടെ നിങ്ങളാണല്ലോ, പതുക്കെ അവിടെ സ്പേസ് പിടിച്ചാൽ മതിയായിരുന്നു. അത് ചെയ്യാതെ അത് ഇവർക്ക് കൊടുത്തില്ല, 2020 കൊടുത്തു. അല്ല, സുരേന്ദ്രന് മത്സരിക്കണമെന്ന് സുരേന്ദ്രൻ തന്നെ കൊടുക്കും. സുരേന്ദ്രന് പിന്നെ അവിടെ മത്സരിക്കണമെന്നായിരുന്നു. അവിടെ പിടിക്കുന്നു സുരേന്ദ്രനെതിരെ സുരേന്ദ്രൻ നോക്കിയതാണ് അവിടെ.
SDPI കൊണ്ട് സ്ഥാനാർത്ഥിനെ നിർത്തിപ്പിച്ചു. അത് ലീഗ് ഇടപെട്ട് അത് പിൻവലിപ്പിച്ചു. പിന്നെ അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കുറച്ചുണ്ട്, ഈ ആംഗ്ലോ ഇന്ത്യൻ ലാറ്റിൻ. അതെ. അപ്പോൾ അവരുടെ ഇടയിൽ കോൺഗ്രസ് കിട്ടുന്ന വോട്ടാണ്. അവരുടെ ഇടയിൽ ഒരു കാൻഡിഡേറ്റ് നിർത്താൻ സുരേന്ദ്രൻ ശ്രമിച്ചിരുന്നു. അത് ഒരു പിന്നെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുകയും ചെയ്തിരുന്നു അവർ. അപ്പം ഈ രീതിയിലൊക്കെ സ്മാർട്ടായ നീക്കങ്ങൾ സുരേന്ദ്രൻ നടത്തിയിരുന്നു. പക്ഷേ ആ രീതിയിൽ സ്മാർട്ടായിട്ട് വന്നിട്ടില്ല. കാരണം ഇത് വിചാരിച്ചതിനപ്പുറമുള്ള പരാജയമാണ് സുരേന്ദ്രൻ അവിടെ പറ്റിയിട്ടുള്ളത്. പക്ഷേ രാജഗോപാലിന് മുമ്പേ നിയമസഭയിൽ എത്തേണ്ട ആളാണ്. രാജഗോപാലിനൊപ്പം തന്നെ നിയമസഭയിൽ എത്തേണ്ട ആളാണ് സുരേന്ദ്രൻ. പിന്നെ സുരേന്ദ്രനാന്ന് മനസ്സിലായി, ഒരാൾ സ്ഥിരം ഒരു മണ്ഡലത്തിൽ നിന്ന് തോൽക്കുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ അയാളുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി പിന്നെ അതിനെ മറികടക്കാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ആ രീതിയിൽ ഫുൾ ടൈം മണ്ഡലത്തിൽ ഉണ്ടാവണം. സുരേന്ദ്രൻ ഒരു പ്രാദേശിക നേതാവല്ലേ, കേരളം മൊത്തം അദ്ദേഹം ഓടി നടക്കണം. അദ്ദേഹത്തിനൊരു പ്രത്യേക ലൊക്കാലിറ്റിന് മാത്രമേ ഒതുങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വീട് കാരണം കോഴിക്കോടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാന്ന് വെച്ചാൽ അവിടെ അവർക്ക് കാസർഗോഡ് തന്നെ നിർത്തിയാണ് അവർ തോറ്റുപോയത്. അതാണ് സുരേന്ദ്രൻ്റെ കാര്യം. അപ്പോൾ സുരേന്ദ്രന് എന്തെങ്കിലും അക്കോമഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഒരു സംശയത്തിൻ്റെ അത്ഭുതപ്പെടാനൊന്നുമില്ല. പിന്നുള്ളത് വെച്ചാൽ സർപ്രൈസ് എൻട്രികൾ സഭയിൽ ചിലപ്പോൾ ഉണ്ടാവും, മന്ത്രിസഭയിലുണ്ടാവും. നമ്മൾ തീരാൻ പ്രതീക്ഷിക്കാത്ത ചില ആളുകൾ മന്ത്രിസഭയിൽ വളരെ ഇമ്പോർട്ടൻസോട് കൂടി മന്ത്രിസഭ വളരെ ലൈവായിട്ടിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ സംഘടനാ പ്രവർത്തനത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും ഒരു പുതിയ ലീഡർഷിപ്പിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അതാണ് പുതിയ പ്രസിഡൻ്റൊക്കെ വന്നത്. അങ്ങനെ ആകുമ്പം ഈ പറയുന്നതിൻ്റെ മാതിരി BCCI പ്രസിഡന്റ് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ മന്ത്രി, അങ്ങനെ പോലുള്ള ചില ആളുകൾ സംഘടനാ ചുമതല എടുത്തിട്ട് അതിലേക്ക് സംഘടനാ ചുമതലയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ സ്മൃതി ഇറാനിനെ പോലെ ചില ആളുകൾ ഇപ്പം ഫെയ്ഡായി നിൽക്കുന്നുണ്ട്. സ്മൃതി ഇപ്പം MP സ്ഥാനമൊന്നും ഇല്ലല്ലോ. പക്ഷെ അങ്ങനെ ഫെയ്ഡായി നിൽക്കുന്ന എന്നാൽ MP സ്ഥാനമുള്ള ആരെങ്കിലുമൊക്കെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ. പിന്നെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയി നടക്കാൻ പോകുന്ന ഇലക്ഷൻസ് എവിടെയാണ് നോക്കിയിട്ട് അത്തരം സംസ്ഥാനങ്ങളിൽ കൂടുതൽ പ്രാതിനിധ്യം, അങ്ങനെ മോഡി പ്രലാഹം ചെയ്യാവും. ഇനിയിപ്പോൾ അത് പഞ്ചാബിലാണ് വരുന്നത്. പഞ്ചാബ് അവിടെ ആം ആദ്മി പാർട്ടി സ്പ്ലിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ അയോഗ്യരായിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ലീഗാലിറ്റി ഒക്കെ പരിശോധിച്ചിട്ട് ശേഷം അവരിൽ പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനം കൊടുത്ത് അവിടെ കളിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് മോഡിയുടെ രീതി അനുസരിച്ച് അങ്ങനെയാണ്. കേരളത്തിൽ നിന്ന് ഇപ്പം സാധാരണ തമാശ സാധ്യതയുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി പിന്നെ മാറ്റിയിട്ടാണോ നേരെയാണോ എന്നുള്ള നേരിട്ട് വരുമെന്നുള്ള അതിൻ്റെ സംശയമുള്ളൂ. അത് മോഡിയുടെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവ് കൂടിയായിരിക്കും. കാരണം കേരളത്തിൽ മാഷിക്ക് വിസിബിലിറ്റി കിട്ടും. അത് കമ്മ്യൂണിസ്റ്റ്, ഫാസിസം, അക്രമരാഷ്ട്രീയം ഇതൊക്കെ കൂടുതൽ ചർച്ചയാവും. ഈ വിസിബിലിറ്റി കൂടുതൽ ചർച്ച ഉണ്ടാവും. അത് ഇന്നത്തെ സാഹചര്യത്തിൽ BJPക്ക് അനുകൂലമാവും. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു നീക്കം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ 3 വർഷം കഴിഞ്ഞ് പിന്നെയും തൃശ്ശൂർക്കാരെ ഫേസ് ചെയ്യേണ്ടതല്ല. അപ്പോൾ പണ്ടത്തെ പോലെ തൃശ്ശൂർ വിസിബിൾ അല്ല. സിനിമ ഒരു മറ്റേ സിനിമ ഒറ്റക്കൊമ്പൻ ഇങ്ങനെ ഇപ്പോൾ ഡബ്ബിങ് നടക്കാന്ന് തോന്നുന്നു, നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 3 വർഷത്തിനിടയ്ക്ക് ഒരു 5 സിനിമ ചെയ്യേണ്ടത് ഒറ്റ സിനിമ ചെയ്തിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലമാണ്. അതുകൊണ്ട് മൂപ്പർക്ക് അതിൽ തൽക്കാലം ഒന്നും മാറിക്കാനാണ് മൂപ്പര് താല്പര്യം. മോഡി ഓരോരുത്തർ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരില്ലേ. അങ്ങനെ മോഡിക്ക് താല്പര്യമുള്ള മോഡി ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നതാണ് സുരേഷ് ഗോപി. അപ്പം അങ്ങനെ ഒരാളങ്ങനെ മാറ്റുമോ എന്നുള്ളതാണ് സംശയം. അന്നങ്ങനെ അല്ലെങ്കിൽ സ്വയം മാറിപ്പോണം. അത് അങ്ങനെ മാറിപ്പോ വേണ്ടിയാണ് ഇങ്ങനെ സമ്മതിക്കണ്ടേ. ഇങ്ങനെ സമ്മതിക്കണ്ടേ. സത്യപ്രതിജ്ഞയ്ക്ക് പോയാൽ ഇങ്ങനെ താല്പര്യമില്ലാതെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തല്ലേ കൊണ്ടുപോയത് പോലീസ്. പോലീസ് വന്ന് വാതിലിൽ വിട്ടി അറസ്റ്റ് ചെയ്താൽ കൊണ്ടുവരും. അപ്പൊ അതാണ് അങ്ങനെ കാര്യം. അപ്പം അതുകൊണ്ട് കേരളത്തിൻ്റെ BJP പൊളിറ്റിക്സിൽ സ്ട്രാറ്റജിക്കലി സ്വാധീനിക്കുന്ന എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്.